നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളമുതുവിൻ. മിസ്രയീം ദേശത്തിന്റെ നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് ജോസഫിന് ഒരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു. അവന്റെ കൈകൾ കുട്ടവിട്ടൊഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി. മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. അന്യദൈവം നിനക്കുണ്ടാകരുത്, യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത്. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. ചേർന്ന് വായിക്കാം. യഹോവയെ ഭയക്കുന്നവരുടെ കീഴടങ്ങുമായിരുന്നു, എന്നാൽ ഇവരുടെ സ്വകാര്യം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ നേത്രമായ ബോധം കൊണ്ട് വരെ പോഷിപ്പിക്കുമായിരുന്നു. തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. കരങ്ങളൊക്കെ ഉയരട്ടെ, അല്പസമയം ദൈവത്തിനൊന്ന് നന്ദി കരേറ്റുക. സാഹചര്യങ്ങളുടെയും വേദനകളുടെയും വിഷയങ്ങളുടെയും ഒക്കെ നടുവിൽ തകർന്നു പോകാതെ, താളടിയാകാതെ, കുറവുണ്ടായിട്ടും കുറ്റങ്ങൾ ഉണ്ടായിട്ടും ബലഹീനതകൾ ഉണ്ടായിട്ടും നമ്മുടെ അകത്ത് നിറച്ചു പോരായ്മകൾ ഉണ്ടായിട്ടും കൈവിടാതെ ഇന്ന് പകൽക്കാലവും നമ്മളെ താങ്ങിയ ദൈവത്തിന് ദൈവജനം ഒരുമിച്ചൊന്ന് സ്തോത്രം കരേറ്റാമോ? Let everybody praise our God. He is the Almighty God. അവനെ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ. എല്ലാ തരങ്ങളും ചലിക്കട്ടെ, എല്ലാ തരങ്ങളും ചലിക്കട്ടെ, എല്ലാ തരങ്ങളും ചലിക്കട്ടെ. ഓ യേശുവേ, ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ശയനമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ.
അധോലോകത്തിലുമുള്ള സകല നാമത്തിനു മേലായി ഒരേ ഒരു നാമം എന്ന് പകൽക്കാലം നാം ആരാധിക്കുന്നത് ആ വലിയ ദൈവത്തെയാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മെ വിടുവിപ്പാൻ, നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ശക്തീകരിപ്പാൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു നല്ല ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ ബഹുമാനത്തിന് യോഗ്യൻ, അവൻ സ്തുതികൾക്ക് യോഗ്യൻ. നിന്റെ വിഷയം ഏതായിരുന്നാലും ഇന്ന് പകൽക്കാലം രക്ഷിക്കുവാൻ ഒരേ ഒരു നാമം അവൻ ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ കഷ്ടത ഏതുമാകട്ടെ, നിന്റെ സങ്കടം ഏതുമായിക്കൊള്ളട്ടെ, നിന്റെ കണ്ണുനീർ ഹല്ലേലൂയ എത്ര ദിവസമുള്ളതായിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം കാണുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച അത് കണ്ടു നിനക്ക് വേണ്ടി ഉത്തരമരുളുന്ന ഒരു നല്ല ദൈവം ഇന്ന് പകൽക്കാലം എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവൻ വഴിയിൽ വിട്ടിട്ട് പോകുന്നവനല്ല. അന്ത്യം വരെ നമ്മെ കരുതുന്ന ഒരു നല്ല ദൈവം ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ ആ നല്ല ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലാം. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഉറപ്പിക്കണേ എന്നാഥ, നിറയ്ക്കണേ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾക നാഥനേ. ഭക്തിയിൽ പൂർണ്ണരാകുവാൻ ശക്തിയരുൾക നാഥനേ. ഭക്തിയിൽ പൂർണ്ണരാകുവാൻ യേശുവേ പോലെയാകുവാൻ. യേശുവിൻ വാക്കു കാക്കുവാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ. ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ. ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. അല്പചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുകയാണ്. മുട്ടിന്മേലിരിക്കാൻ കഴിയുന്ന സകല പ്രിയപ്പെട്ടവർ വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കും. പൊതുവായുള്ള ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോടും പറയുവാൻ കഴിയാതെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നീറുന്ന സങ്കടം ഇന്ന് പകൽക്കാലം അവന്റെ സന്നിധിയിൽ ബോധിപ്പിക്കും.
മകനോ മകളോ പിതാവിന്റെ മാറോട് ചേർന്ന് കിടന്ന കണ്ണുനീരോടെ തന്റെ അപ്പന്റെ അടുക്കൽ സങ്കടം പറയുന്നത് പോലെ സങ്കടത്തെ ഇന്ന് പകൽക്കാലം പറഞ്ഞാൽ അത് കേൾക്കുന്ന കരുണ തോന്നുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നല്ല പിതാവിന്റെ അടുക്കലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. പുത്രൻ മുഖാന്തരം ദയതോന്നി പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഹല്ലേലൂയ. നല്ല പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഒരു പകൽക്കാലം കൂടി അടുത്ത് വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഇങ്ങനെ ഒരു നല്ല അവസരം നമുക്ക് തന്നുവല്ലോ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നമ്മുടെ ദൈവം ആ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവിൻ, തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഊതുവിൻ. ഇത് ഇസ്രായേലിന് ഒരു ചട്ടവും യാക്കോബിൻ ദൈവത്തിന്റെ ഒരു പ്രമാണവും ആകുന്ന പ്രശ്നമാണ്. നമുക്ക് എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റും? 6-ാം വാക്യം, ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവന്റെ കൈകൾ പൊട്ടവിട്ട് ഒഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി. ഇന്ന് പകൽ ദൈവിക നന്മകളും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിച്ചവർ എങ്ങനെ ഇവിടെ വന്ന് പേപ്പർ വെയിറ്റ് ആയി ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകും? നമുക്ക് നന്മ അനുഭവിച്ചവരാ. സങ്കീർത്തനക്കാരൻ യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. നമ്മുടെ എല്ലാ സ്ഥാനവും മാനവും നമ്മുടെ എല്ലാ യോഗ്യതകളും ഒക്കെ മാറ്റി വെച്ചിട്ട് കർത്താവ് നമ്മളെ യോഗ്യനാക്കിയത് ഓർത്ത് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. പരിസരം മറക്കണം. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് മഹാരാജാവ് പെട്ടകവുമായി വരുമ്പോൾ താൻ രാജാവാണെന്നൊന്നും ഓർത്തില്ല. അവൻ തനിക്കൊന്നറിയാം, കാട്ടിൽ ആടിനെ തീറ്റി നടന്ന എന്നെ ഈ കൊട്ടാരത്തിൽ കൊണ്ടുവരണമെങ്കിൽ അത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, irrespective of the situation, circumstances, പൗർണമാസി ആയിക്കൊള്ളട്ടെ, അമാവാസി ആയിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, ദുഃഖമായിക്കൊള്ളട്ടെ, കഷ്ടമായിക്കൊള്ളട്ടെ, നഷ്ടമായിക്കൊള്ളട്ടെ, ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും എതിരായിക്കൊള്ളട്ടെ, ആമേൻ ഹല്ലേലൂയ, ആരാധിക്കുവാൻ ഒരു സാഹചര്യവും ഇല്ലാത്ത, ആമേൻ ഹല്ലേലൂയ, വളരെ പ്രതികൂലത്തിന്റെ നടുവിൽ പോട്ടെ, എന്നാലും സ്ഥലം മറന്ന് ആരാധിക്കുന്ന ചിലരുണ്ട്. അവരെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. തപ്പെടുത്താർത്ത മിരിയാമിനെ ഓർത്ത ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ നമ്മുടെ സ്തുതിയും സ്തോത്രവും നമ്മുടെ കർത്താവ് അംഗീകരിക്കും. അവനതിൽ പ്രസാദിക്കും. ഹല്ലേലൂയ. അതാ ഇന്ന് പകൽ നമ്മുടെ നന്മയായി മാറുന്നത്. നമ്മളെ വളരെ വളരെ സുപരിചിതമായ നമ്മൾ ഇഷ്ടപ്പെടുന്ന വാക്യങ്ങൾ അതിൻ്റെ അകത്തുള്ളേ. നിന്റെ വായെ വിസ്താരത്തിൽ തുറക്ക, ഞാന് നിറയ്ക്കും. So always the big mouth gets big blessing. വലിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കും. എത്രമാത്രം ദൈവത്തിൽ ഇരിക്കാൻ പറ്റുമോ അത്രമാത്രം ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനിടയായിട്ട് എപ്പോഴും പറയുന്നത് ഞാൻ പറയട്ടെ, ആത്മീക അഹങ്കാരം നമ്മുടെ അകത്തുനിന്ന് മാറട്ടെ.
നമ്മൾ ഏതാണ്ടൊക്കെ ആയെന്നുള്ള ഒരു ചിന്ത, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണെന്നുള്ള ചിന്ത, ഞാൻ ആരാധിക്കുന്നവനാണെന്നുള്ള ചിന്ത, അല്ലെ ഞാൻ അത് തികഞ്ഞവനാണെന്നുള്ള ചിന്ത, എവിടെയൊക്കെയോ നമ്മൾ ഏതാണ്ടൊക്കെയോ ആയിപ്പോയി എന്നുള്ള ചിന്ത എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ അടുത്ത് വന്നിട്ട് അപ്പച്ച നീ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് പറഞ്ഞൊന്നിരുന്നാൽ, കർത്താവേ ഇത് പോരാ എന്ന് പറഞ്ഞൊന്നിരുന്നാൽ, ഹല്ലേലൂയ, നിറച്ചേ അവൻ വിടത്തുള്ളു. കാരണം ആമേൻ, ഹല്ലേലൂയ, തന്നെ അന്വേഷിക്കുന്നവനെ ഒരു കാലത്തും ഉപേക്ഷിക്കുന്നവനല്ല ഈ ദൈവം. ദൈവം 11-ാമത്തെ വാക്യം, എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. കാരണം നമ്മുടെ അകത്ത് നിഗളം അങ്ങ് കിടക്കുക. നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? അവർ ചിന്തിച്ചു, ഒന്ന്, ഹൗ എ ഹോളി ഗോഡ് ലൈക്ക് ജെഹോവ can go to the Gentiles and live among them. അത്രയും പരിശുദ്ധനായ ഒരു ദൈവത്തിന് ഞങ്ങളെ പോലുള്ള വിശുദ്ധന്മാരെ വിട്ടിട്ട് എങ്ങനെ ഒരു അന്യജാതിക്കാരന്റെ ഇടയിൽ പോയി ജീവിക്കാൻ പറ്റും? അടുത്തവരുടെ അഹങ്കാരം, as we have a big temple like this, how this God can leave this big temple and go to the pagan world? ഇത്രയും വലിയ ആകാശം മുട്ടെ നിൽക്കുന്ന സ്വർണം പൂശിയ യെരൂശലേമിന്റെ മാലയം വിട്ട് ഈ ദൈവം എങ്ങോട്ട് പോകും? യഹൂദന്റെ അടുത്ത് വന്ന വലിയൊരു ചിന്തയായത്, അവരുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ പിതാക്കന്മാരൊക്കെ അവകാശമായിട്ടുള്ളപ്പോഴും ആരാധനയും ആമേൻ അവരുടെ എല്ലാം പ്രമാണവും എല്ലാം ഇരിക്കുമ്പോഴും അവർ നിഗള ചെയ്ത എല്ലാം ഞങ്ങളുടെ കയ്യിലായതുകൊണ്ട് ഞങ്ങളെ വിട്ട് ഈ ദൈവത്തിന് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അല്ലെ, നമ്മളൊക്കെ ഇടയ്ക്ക് ദൈവത്തെ വരയൊക്കെ വരച്ച് അവിടെ നിർത്തും. കർത്താവേ, ഞാൻ പറയുന്ന പോലെ നീ എല്ലാം ചെയ്തോണം. ഇല്ലെന്ന് ഒരിക്കലും അടുത്ത ആഴ്ച പോലെ നമ്മുടെ ദൈവത്തെ എന്ത് ചെയ്യും? പേടിപ്പിക്കും. ഞാൻ നിന്നെ ആരാധിക്കത്തുമില്ല, ഒരു പരിപാടിയില്ല. നമ്മുടെ ചിന്ത കർത്താവിന് ഏതാണ്ടങ്ങ് പോയെന്നാ. അല്ലെ, ഞാൻ എപ്പോഴും പറയും, മത്തായി സുവിശേഷത്തിൽ രാജാവ് വലിയൊരു സദ്യ ഒരുക്കിയിട്ട് മാന്യന്മാരെയൊക്കെ ഓടി നടന്ന് രാജാവ് വിളിച്ചു. മാന്യന്മാരൊക്കെ പറഞ്ഞു, എനിക്ക് അതുണ്ട്, ഇതുണ്ട്, എനിക്ക് പരിപാടി ഒത്തിരി ഉണ്ട്, ഒന്നിനും പുള്ളിക്ക് സമയമില്ല ഇവർക്കാർക്കും വരാൻ. രാജാവ് പറഞ്ഞു, ഏതായാലും സദ്യ ഒരുങ്ങിയല്ലോ, കാര്യങ്ങൾ ക്രമീകരിച്ചല്ലോ, നിങ്ങൾ വഴിയിൽ ചെന്നിട്ട് കാണുന്നവരെയൊക്കെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അതെ, വളരെ ചിന്തിപ്പിച്ച ഒറ്റ വാക്യം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. രാജാവിന്റെ വിരുന്നുശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. ആർക്കാണറിയാവും നഷ്ടം? അഹങ്കരിച്ച നമുക്ക്, നിരസിച്ച നമുക്ക്, വേണ്ട എന്ന് വെച്ച നമുക്ക്. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേലിനെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. എപ്പോഴും നമുക്കൊരു തോന്നുന്നു ഞാനാണ് ശരി, നമ്മുടെ അടുത്ത് ഞാനാണ് ശരി. ഒരിടത്തും നമ്മളൊന്ന് താഴുവാൻ, നമ്മൾ വിട്ടുകൊടുക്കുവാൻ, നമ്മളൊന്ന് അംഗീകരിക്കുവാൻ തയ്യാറല്ലാതിരിക്കുമ്പോൾ ഇവിടെ നോക്ക, ദൈവം പറയാ, അവരെന്റെ വാക്കൊന്ന് കേട്ടായിരുന്നെങ്കിൽ, അവരെന്നെ ഒന്ന് അനുസരിച്ചായിരുന്നെങ്കിൽ, അവരൊരു നിമിഷം എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയായിരുന്നു എങ്കിൽ, അയ്യോ, എന്റെ ജനം എന്റെ വാക്കു കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ച്, എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. അവരുടെ വൈരികളുടെ നേരെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേത്തരമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. പാറയിൽ തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. എവിടൊക്കെയോ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നികളമോ ഏതാണ്ടൊക്കെയാണോ ഒക്കെയുള്ള ഭാവം ഉണ്ടെങ്കിലൊന്ന് മാറ്റി വെച്ചിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു, ലേപ്പച്ച എന്നിലൊന്ന് പ്രസാദിക്കണമേ, എന്നിലൊന്ന് പ്രിയം തോന്നണമേ കർത്താവേ. ദാനിയേലിനെ കുറിച്ച് 3 ഇടത്ത്
എനിക്ക് പ്രിയനായവൻ എന്ന് പറയുന്നത്. ലാസറിനെ കുറിച്ച് പറഞ്ഞു, ലാസറിനെ കുറിച്ച് നമ്മുടെ സഹോദരിമാര് ആളയക്കുന്ന കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. അല്ലേ? Do we have that intimacy with God? That closeness with our God? കർത്താവുമായിട്ട് അത്രയ്ക്ക് അടുത്ത ഒരു ബന്ധം. അതോ എങ്ങാണ്ടൊക്കെ നമ്മുടെ മുഖവും വീർപ്പിച്ച് മൂക്കും വീർപ്പിച്ച് നമ്മൾ ദൈവവുമായിട്ട് ഈ അകലത്തിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്റെ ജനന്റെ വാക്ക് കേട്ടുവെങ്കിൽ, എന്നെ ഒന്ന് കൂട്ടാക്കിയതെങ്കിൽ ഞാൻ ഇവരെ മേത്തരമായ ബോധം കൊണ്ട് പോഷിപ്പിക്കും, പാറയിൽ ഉള്ള തേൻ കൊണ്ട് തൃപ്തി വരുത്തുമായി. ദൈവം നമ്മളെ ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. ഒരാശ്വാസവും ഒരു സമാധാനവും ഒന്നുമില്ലാത്ത ഒരു ദുഷ്ട ലോകത്തിൽ നമ്മളായിരിക്കുക. നമുക്കുള്ള ഏക സന്തോഷം ദൈവസന്നിധിയാണ്. ഒരാഴ്ച ജീവിക്കാനുള്ള സകല ദൈവശക്തിയും ഇവിടുന്ന് സംഭരിച്ചിട്ട് വേണം തിരിച്ചു വാങ്ങിക്കാം. നമ്മൾ ഈ ഞായറാഴ്ച ഒരു ആരാധന കഴിഞ്ഞ് പോകുമ്പോഴല്ലോ ഈ ഒരു പുഷിങ്ങിലുണ്ടല്ലോ, അടുത്ത ഞായറാഴ്ച വരെ ഓടണം. ഇതായിരിക്കണം നമ്മുടെ ഫ്യൂവൽ. ഈ ഏറ്റെടുക്കുന്ന ബലവും കർത്താവിനോട് പറയണം, ദൈവം നീ അല്ലയോ എന്നോട് ഇങ്ങനെ പറഞ്ഞേ, നീ അല്ലയോ എന്നോട് ഇങ്ങനെ സംസാരിച്ചത്, നീ അല്ലയോ എന്നോട് ഇങ്ങനെ ഇടപെട്ടേ. ഒരു പാട്ടൊക്കെ പാടുമ്പോൾ കൈയൊക്കെ അടിച്ചങ്ങ് അങ്ങ് പാടണം. അങ്ങ് ഏതായാലും നമ്മൾ വീട്ടിലോ പാടുന്നില്ല, ഇവിടുന്നെങ്കിലും ഒന്ന് പാടിയിട്ട് നമ്മളൊന്ന് പോകണം. വീട്ടില് ടിവിയിലെ പാട്ട് തീർന്നിട്ട് വേണ്ടേ നമ്മൾ പാടാൻ, അല്ലെ? പിന്നെ നമുക്ക് പിറ്റേ മൊത്തം വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് വേദപുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല.